ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കൊച്ചു ടി വിയിലേക്ക് സ്വാഗതം. നിങ്ങൾ കേൾക്കുന്നില്ലേ ശബ്ദ കോലാഹലങ്ങൾ? എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് 54 ഇവിടെ കണ്ടില്ലേ 54 സ്കൂൾ കലോത്സവമാണ് ഇവിടെ പാലക്കാട് നടന്നിരിക്കുന്നത്. ഇവിടെ ഒത്തിരി ചൂടുണ്ട്, എന്നാലും ചൂടുണ്ടായാലും പിള്ളേർ അതൊന്നും കണക്കാക്കാതെ ഭയങ്കര ആഘോഷമായിട്ടാണ് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ മാത്രമല്ല, നിങ്ങളുടെ കൂടെ നമ്മുടെ സിംഗുമുണ്ട്. സിംഗു ഹായ് കൊടുത്തേ, സിംഗു തട്ടിയിടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊച്ചു ടി വി പ്രേക്ഷകർക്ക്, അതായത് കൊച്ചു ടി വി കൂട്ടുകാർക്ക് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് എല്ലാവരും പ്രോഗ്രാം കൂടിയിട്ട് തിരിച്ചു വരാം. കലയുടെ പൂരം കൊടികയറിയ 7 നാളുകൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ കലോത്സവം. കുട്ടികളുടെ കലാമേള ആയതിനാൽ തന്നെ കൊച്ചു ടി വിക്കും അതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. കലാമാമാങ്കത്തിന്റെ വിസ്മയ ദൃശ്യങ്ങൾ ഒന്നൊഴിയാതെ ഒപ്പിയെടുത്ത് കൊച്ചു ടി വി കൂട്ടുകാരുടെ മുന്നിലേക്ക് എത്തിക്കാനും ഒന്നാമതായി നിന്നു. പാലക്കാട്ടെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഒരുക്കിയ കൊച്ചു ടി വി സ്റ്റോളിന് മുമ്പിൽ പറയാതെ തന്നെ അതിന്റെ ആരാധകരെത്തി. കയ്യടിയും ആർപ്പുവിളികളും കൊണ്ട് അന്തരീക്ഷം ആഹ്ലാദകരമാക്കി കൊച്ചുകൂട്ടുകാർ നിരന്നു. കൂട്ടിന് സിംഗുവും എത്തിയപ്പോൾ സന്തോഷത്തിന്റെ അളവ് ഇരട്ടിച്ചു. സിംഗുവിനെ തൊടാനും സിംഗുവിനോട് സംസാരിക്കാനും കുട്ടിക്കൂട്ടം തിക്കിത്തിരക്കി. തന്നെ തേടിയെത്തിയ കൂട്ടുകാരുടെ സ്നേഹം നിരസിക്കാൻ സിംഗുവിനാകുമോ? സിംഗുവും കൂട്ടത്തിലൊരാളായി. പ്രത്യേകം ഒരുക്കിയ സ്റ്റോളിൽ വിജയികളായി എത്തിയവർ കൊച്ചു ടി വിക്ക് വേണ്ടി പ്രത്യേകം പരിപാടികൾ അവതരിപ്പിച്ചു. ചോദ്യങ്ങൾക്കുത്തരം പറഞ്ഞും വിശേഷങ്ങൾ പങ്കുവച്ചും വീണ്ടും അവർ ആരാധക ശ്രദ്ധ നേടിയെടുത്തു. പലരും തങ്ങളുടെ സംഭാഷണ വേളയിൽ കൊച്ചു ടി വിയോടുള്ള ആരാധനയും മറച്ചുവെച്ചില്ല. ഒഡീസി അവതരിപ്പിക്കുന്ന 54 കേരള സ്കൂൾ കലോത്സവം പാലക്കാട് നമ്മളുള്ളത്. ഇപ്പതേ കോമ്പറ്റീഷൻ കഴിഞ്ഞ ആ ചൂടോടെ പിടിച്ചുകൊണ്ടുവന്നൊരു കുട്ടിയാണിത്. നമുക്ക് പരിചയപ്പെടാം. ഓക്കെ മോളെ, പേരെന്താ? ഗോപിക വസന്ത്. ഓക്കെ, എത്രയിൽ പഠിക്കുന്നു? ഞാൻ +1 വിദ്യാർത്ഥിയാണ്. ഏത് സ്കൂളിലാണ്? KPMSS പൂത്തോട്ടം. എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻ? ടൈറ്റാണ്, പ്രോഗ്രാം ടൈറ്റാണ്. പക്ഷേ നമുക്ക് ഇവിടെ കളിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്തോഷമുണ്ട്. എത്ര വർഷമാണ് പഠിക്കാൻ തുടങ്ങിയിട്ട്? എൻ്റെ അമ്മ, ഞാനൊരു ആർട്ട് ഫാമിലിയിൽ, അപ്പോൾ എൻ്റെ അമ്മ ഡാൻസ് ടീച്ചറാണ്, അച്ഛൻ പാട്ട് സാറും. അപ്പോൾ ജനിച്ചപ്പോൾ പോലും കേൾക്കുന്നത് ഇതാണ്. എന്നോട്ട് പഠിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ കൊച്ചു ടി വി കൂട്ടുകാർക്ക് വേണ്ടി ഗോപിക നമുക്ക് വേണ്ടി 2 സ്റ്റെപ്സ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണന്റെ വർണ്ണനകളാണ് കാണിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ കേട്ടു കുട്ടി വീട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് സ്റ്റുഡൻസിനെ, ശരിയാണോ? ശരിയാണ്, പഠിപ്പിക്കുന്നുണ്ട്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ, അത് പഠിപ്പിക്കണമെന്ന് ഇപ്പം ന്യൂസിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതല്ല. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞ ഡാൻസ് ടീച്ചറാണ്. അമ്മ 3 വർഷത്തിൽ 3 മാസം വിയന്ന, യൂറോപ്പിൽ അമ്മയ്ക്ക് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പം അമ്മ അവിടെ പോകുമ്പോൾ ഇവിടുത്തെ അമ്മ വീട്ടിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് പെൻഡിങ് ആവാതിരിക്കാൻ വേണ്ടി എൻ്റെ സാറ് പഠിപ്പിക്കുന്ന ഐറ്റംസ്, ഞാൻ ആറവി പ്രദീപ് കുമാർ സാറിൻ്റെ അടുത്ത് പഠിക്കണേ, സാറ് പഠിപ്പിക്കുന്ന ഐറ്റംസ് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്തായാലും വലിയൊരു ഡാൻസ് ടീച്ചർ ആവട്ടെ, വലിയൊരു കലാപ്രതിഭയാവട്ടെ ആശംസിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ലിറ്റിൽ കൃഷ്ണ സീരീസ് എന്നൊരു കാർട്ടൂൺ ഉണ്ട്. അതിനകത്ത് കൃഷ്ണൻ്റെ വലിയൊരു ഓടക്കുഴൽ, ആ ഓടക്കുഴലാണ് എനിക്ക് ഇവനെ കണ്ടപ്പോൾ ഓർമ്മത്. കാരണം ഇവൻ ഓടക്കുഴൽ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫ്രൂട്ട് കോമ്പറ്റീഷൻ? നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു. നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലൂട്ട് ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എൻകറേജ്മെന്റ്? വീട്ടുകാരാണോ അതോ സ്കൂളുകാരാണോ? എല്ലാവരും. ഓക്കെ മിഥൻ, താങ്ക് യു. ഇവിടെ കണ്ണൂർ ജില്ലയിൽ നിന്നും
നാടൻ പാട്ട് മത്സരിക്കാനെത്തിയ കുറച്ച് കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. ഇവർ എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എന്താ പേര്? കിരൺ. അനുരാഗ്. ശ്രീജിത. അപ്പോൾ ഇവരെല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ഇവരുടെ പ്രോഗ്രാംസ്, ഇവരുടെ നാടൻ പാട്ട് ആസ്വദിക്കാം. നല്ലവളെ ഓമന പെൺകിടവേ അടിവാ അടിവാലേ ആനന്ദ നല്ലവളെ ഓടിവാ ഓടിവാലേ ഓമന പെൺകിടവേ അടിവാ അടിവാലേ ആനന്ദ നല്ലവളെ ഓടിവാ ഓടിവാലേ ഓമന പെൺകിടവേ അടിവാ അടിവാലേ ആനന്ദ നല്ലവളെ ഓടിവാ ഓടിവാലേ ഓമന പെൺകിടവേ. അങ്ങനെ ഗംഭീരം പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കാഴ്ചവെച്ചത്. അപ്പോൾ നമ്മൾ ഈ നാടൻ പാട്ട് പോലുള്ള ഇങ്ങനത്തെ ഈ സംഭവം നമുക്ക് ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനത്തെ കോമ്പറ്റീഷൻസ് എൻകറേജ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ കൊച്ചു കൂട്ടുകാരെ നമുക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് അവതരിപ്പിച്ചിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് വളരെ ഗംഭീരമായിട്ടാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ അവരാണ് ഈ പ്രോഗ്രാം നന്നായിട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് ചെയ്തു കേട്ടോ കുട്ടികളെ. ഇനി അടുത്ത വർഷം പ്രോഗ്രാം ചെയ്തിട്ട് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുക. ഓക്കെ, താങ്ക് യു. അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് കലോത്സവത്തിന്റെ 16 വേദികളിലും അനുഭവപ്പെട്ടത്. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന വലിയ സംഘങ്ങൾ 7 നാളും കലോത്സവ നഗരിയെ സമ്പന്നമാക്കി. വാശിയും വീറും മാറ്റുരച്ച മത്സരവേദികൾ ഒപ്പം നല്ല കലാപ്രകടനങ്ങളുടെയും അരങ്ങായി. പതിവ് പോലെ തന്നെ നൃത്ത ഇനങ്ങൾക്കായിരുന്നു തിരക്ക് അനുഭവപ്പെട്ടത്. എങ്കിലും ഇതര മത്സര ഇനങ്ങളായ ഒപ്പന, മിമിക്രി, മോണോ ആക്ട് തുടങ്ങി ജനപ്രിയ ഐറ്റങ്ങൾക്കും ധാരാളം പ്രേക്ഷകർ തിക്കിത്തിരക്കി. ഇവിടെ നൃത്താസർ കൊണ്ടും സംഗീതാസർ കൊണ്ടും ഈ സ്റ്റേജ് മൊത്തം നിറഞ്ഞിരിക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവരും ഭയങ്കര എനർജിയോടെയാണ് ഈ വേദിയിലേക്ക് എല്ലാവരും നോക്കി കാണുന്നത്. ഒഡീസി അവതരിപ്പിക്കുന്ന 54ാം കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നിൽ കാണാൻ നിറഞ്ഞ സദസ്സുകളാണ്. നമുക്കിവിടെ ഞാനിപ്പോൾ കൊച്ചിപ്പുടി സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒത്തിരി കനത്ത ചൂടുണ്ടെങ്കിൽ പോലും ആ ചൂടിനൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഒത്തിരി ചൂട് കാറ്റുണ്ട്, അതൊന്നൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. കളിക്കാനുള്ളവർക്കാണെങ്കിലും ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് പോവാതെ എല്ലാവരും ഭയങ്കര ക്ഷമയോടെയാണ് എല്ലാവരും ഇരുന്ന് പ്രോഗ്രാം കാണുന്നത്. തജ്ജം കിടത്തക്കട്ട തജ്ജം തജ്ജം തദരി കിടത്തക്കട്ട തജ്ജം തജ്ജം തരടും 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 താ തജ്ജം തജ്ജം തരടും 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 തജ്ജം തജ്ജം തക്കിട്ട തക്കിട്ട തജ്ജം തജ്ജം. കൊച്ചി ടിവി കൂട്ടുകാരെ, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു മത്സരത്തിലേക്ക് തിരിച്ചറിയാനാവാത്ത നാടുവാടി തമ്പുരാനെ, പൊന്നിനും പണത്തിനും വേണ്ടി മാനം വെക്കുന്നവളല്ല പൂമാതെ. നാളെ അന്തിക്ക് കോലത്തെ കളപ്പുരിയിലേക്ക് പൂമാതമില്ല. ഒപ്പം മൂപ്പ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നാളെ അന്തിക്ക് കോലത്തെ കളപ്പുരയിൽ പൂമാത ഉണ്ടായിരിക്കണം. ഈ മൺകുച്ചിലെ നനഞ്ഞ മണ്ണിന്റെ ഗന്ധം എന്റെ സിരകളെയും
ചിതറിത്തെറിക്കുന്ന ഓരോ തുള്ളി രക്തവും നമുക്ക് ശേഷവും പോരാട്ടത്തിന്റെ നാൾ വഴികളിലേക്ക് കുതിച്ചുയരുന്ന ഓരോ യോദ്ധാവിനും പ്രചോദനമാകട്ടെ. സാമ്രാജ്യത്വധിനിവേശത്തിന് വഴങ്ങിക്കൊടുക്കാത്തൊരു മനസ്സ് ഝാൻസിക്കും അതിന്റെ ഭരണാധികാരി റാണി ലക്ഷ്മിഭായിക്കും ഉണ്ടെന്ന് അവരറിയട്ടെ. എന്റെ സുധാമണി, നീ ആ വേഷം ഒന്ന് അഴിച്ചു വെക്ക്. നാടകം കഴിഞ്ഞിട്ട് അരമണിക്കൂറായി എല്ലാവരും വണ്ടിയിലിരിക്കുക നിന്നെ കാത്ത്. ഈ വേഷം ധരിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ആത്മധൈര്യ. ഈ വേഷം അഴിച്ചു വെച്ച് പച്ചയായ ജീവിതത്തെ സമീപിക്കാൻ എന്താണെന്ന് അറിയില്ല. എനിക്ക് പേടിയാ. ഇവിടെ നൊയിഞ്ഞു പോണെന്ന് പറഞ്ഞാല് ഞമ്മളിപ്പോ ഇവിടത്തേക്കാ പോവാ. ഇങ്ങെന്താ സുധാമണി ഒന്നും ഉണ്ടാണ്ടിരിക്കുന്നത്? നാലാളോട് വർത്താനം പറഞ്ഞ് ശീലമുള്ളവളല്ലേ ഈ? ഇന്നലെ വരെ ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ധം അകറ്റാനാണ് സുധാമണി ജീവിച്ചിരുന്നതെങ്കിൽ ഇന്നിതാ ആശ്രയമറ്റ് നിരാലംബരായ ഒരു കൂട്ടം കുടുംബങ്ങളുടെ സമരമുഖം എനിക്ക് മുന്നിൽ തുറക്കുന്നു. അവർക്ക് വേണ്ടത് ഒരു സുധാമണിയെയല്ല, ഝാൻസി റാണിയെ. ഒഡീസി അവതരിപ്പിക്കുന്ന 54ാം കേരള സ്കൂൾ കലോത്സവം പാലക്കാടിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഒത്തിരി പ്രോഗ്രാംസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബ്രെത്ത്ലെസ് പ്രോഗ്രാംസ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഒരു ചവിട്ട് നാടകമായിക്കോട്ടെ. പഞ്ചവാദ്യ വേദിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒഡീസിയ അവതരിപ്പിക്കുന്ന 54ാം കേരള സ്കൂൾ കലോത്സവത്തിൽ നമുക്ക് പഞ്ചവാദ്യ ദൃശ്യങ്ങളിലേക്ക്.
ആക്ഷേപഹാസ്യത്തിൻ്റെ കൂർത്ത ശരങ്ങളുമായി ഇത് അടുത്തത് ചാക്യാർ കൂത്താണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാക്യാർ കൂത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മുടെ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലത്തെ ഒരു ഡാൻസ്, അതായത് നമ്മുടെ ഓഡിയൻസിനെയൊക്കെ ജസ്റ്റ് കളിയാക്കിക്കൊണ്ട് ഓഡിയൻസിനെ ആനന്ദിപ്പിക്കുന്ന ചാക്യാർ കൂത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. ഭരണപക്ഷത്തിരുന്നുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സഹായിക്കാൻ നിരവധി ആളുണ്ട്. അതുമാത്രമല്ല, ഭരണപക്ഷത്തെ അപേക്ഷിച്ച് പ്രതിപക്ഷത്തിന് ശക്തി വർദ്ധിക്കണമെന്നും കൂടി കണ്ടപ്പോ ദുര്യോധനൻ ഇരിക്കപ്പെടുന്നില്ല. അവരുടെ വർത്തമാനങ്ങളൊക്കെ അറിയാനായിക്കൊണ്ട് ദുര്യോധനൻ ചാരവൃഷന്മാരെ നിശ്ചയിച്ചു. ചാരവൃഷന്മാര് ചില ആളുകൾ വന്നു. സ്വാമിൻ, പാണ്ഡവന്മാരെ കാലിൽ സുഖമായിട്ട് കഴിയണു, അവർക്ക് ആദിത്യ ഭഗവാൻ പ്രസാദിച്ചു നൽകിയ ഒരു അക്ഷയപാത്രം ലഭിച്ചിട്ടുണ്ടോ? ആദിത്യ ഭഗവാൻ, സൂര്യഭഗവാന്റെ ശക്തി ഇപ്പൊ കാണാണ്ട്. എത്ര പേരാ വെന്തുരി കണക്കണത്. ഇപ്പൊ എന്താ ചെയ്യാ? ആ പാത്രം എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം. അതിനായിക്കൊണ്ട് ദുർവാസ മഹർഷിയെ പറഞ്ഞയച്ചു. അത് പരാജയപ്പെട്ടു. പാഞ്ചാലി ഭഗവാനെ പ്രാർത്ഥിച്ചതുകൊണ്ട് വലിയൊരു ആപത്ത് കൂടാണ്ട് കഴിഞ്ഞു. അന്നം മുടക്കി കൊല്ല. അങ്ങനെയാണല്ലോ ഭരണാധികാരികള്. എങ്ങനെ ആളുള്ള പട്ടിണി കിട്ടുമല്ല എന്ന് നോക്കി. അവനവനായിട്ടൊന്നും കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഈശ്വരാധീനം ഇങ്ങോട്ട് കിട്ടിയോടി ഇല്ലാണ്ടാക്കാൻ അതിനാ ശ്രമിച്ചത്. പക്ഷെ ദൈവാധീനത്തിന്റെ ഒരു ശക്തി തനിക്ക് ഇല്ലാത്തതും അത് തന്നെയാ. എന്താ വേണ്ടതായി? കുറച്ചു കാലം കഴിഞ്ഞു. ചാരേഷ്മാര് വേറെ ചില ആളുകളാ. സ്വാമി, അർജുനൻ മഹാദേവനെ തപസ് ചെയ്യണു, പാശുദാസ്ത്രം വാങ്ങാനോ ഉറപ്പാടാ. ശിവ ശിവ, ഇപ്പൊ തന്നെ അവനെ കഴിച്ചു വിട്ടാന്ന് ഓർത്തില്ല. പാണ്ഡവന്മാര് 5 എണ്ണത്തില് മൂത്ത വിദ്വാൻ. ഓം 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 കാര്യമില്ല. ജപം തപം ധ്യാനം ഇതൊക്കെ ആയിട്ട് കഴിയും. രണ്ടാമത്തവൻ ആ പൂറ്റൻ, ആ പൊണ്ണൻ. ശിവ ശിവ, ആ അവന് ഈ ഗത മാത്രമേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. താനും ഗതാഗരിയാ, സാരയില്ല. ശല്യര് കണ്ടാൽ തന്നെ അറിയാം ഒരു ശല്യാണെന്ന്. മറ്റുള്ളവർക്ക് കൂടി ശല്യാക്കുന്നല്ലാണ്ട് ഇദ്ദേഹത്തിനും മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുകയുണ്ടായില്ല. കൗരവ ചക്രവർത്തി ദുര്യോധനൻ, ഇദ്ദേഹത്തിന്റെ കാര്യം കുറെ കൂടി കഷ്ടമാണ്. എന്താ, തനിക്ക് പകരം തന്റെ സുഹൃത്തായിട്ടുള്ള, തോഴനായിട്ടുള്ള, സഖാവായിട്ടുള്ള കർണനെ കൊണ്ട് കാര്യം സാധിക്കാന്നിരിച്ച് പുറപ്പെട്ടതാ. എന്നിട്ടോ സഖാക്കന്മാരെ ഒരുമിച്ച് ശ്രമിച്ചിട്ടും ഇവിടെ ഇപ്പോ പരാജയപ്പെടാനുണ്ടായത്. അപ്പോ അനവധി രാജാക്കന്മാര് പരാജയപ്പെടൽ കഴിഞ്ഞു. അപ്പോഴാണ് ചില ബ്രാഹ്മണര് തമ്മിലിങ്ങനെ ആലോചനയായി. എന്താടോ, എന്താ രാജാക്കന്മാരൊക്കെ പരാജയപ്പെടൽ കഴിഞ്ഞു, ക്ഷത്രിയരായിട്ട് ആരും തന്നെ ഇനി വില്ലെടുക്കാൻ ബാക്കിയില്ല എന്നുള്ള അവസ്ഥ. ഇനിയിപ്പോ പാഞ്ചാലിയുടെ വിവാഹം നടക്കുമെന്നപ്പോ സംശയം. അതിപ്പോ പാഞ്ചാലിയുടെ വിവാഹം നടന്നില്ലെങ്കിൽ അതിന്റെ ക്ഷീണം നമുക്കൂടി ഉണ്ട്. നമുക്ക് എന്താടോ ക്ഷീണം? നമ്മള് രാജാക്കന്മാരൊന്നും അല്ലല്ലോ, ബ്രാഹ്മണരല്ലേ. ഡോ, പാഞ്ചാലി നമുക്കൊക്കെ ദക്ഷിണ തന്ന് നമ്മളെയൊക്കെ നമസ്കരിക്കണ്ടായില്ലേ? അതും കൊച്ചു ടി വി സ്റ്റോളിലേക്ക് വിജയികളെത്തി തങ്ങളെ പരിചയപ്പെടുത്തിയത് കൊച്ചുകൂട്ടുകാർക്കൊപ്പം മുതിർന്നവർക്കും വിസ്മയം പകർന്നു. മികവ് തെളിയിച്ചവരെ അടുത്തറിയാൻ അതൊരു അവസരവുമായി. ഒപ്പം അവരുടെ പ്രകടനങ്ങൾ ഒന്നുകൂടി ആസ്വദിക്കാനുള്ള അവസരവും. ഉത്സവ നഗരിയിൽ രാവിന് ഒപ്പനശീലുകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു പറ്റം ഒപ്പന കൂട്ടുകാരാണ് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരെല്ലാവരെയും പരിചയപ്പെടാം. എന്താണ് പേര്? രാജിഷ. എത്രയിൽ പഠിക്കുന്നു? +1. അഭിരാമി കൃഷ്ണ +1. കാവ്യലക്ഷ്മി +1. ലക്ഷ്മി സമജ്യ +1. അപ്ന +1. ജുസേറ +1. ഐശ്വര്യ +2. ജസ്ന +2. നീതു +2. നന്ദന +2. +1. ഓക്കെ, +1നും +2നും പഠിക്കുന്ന സുന്ദരികളായ ഒത്തിരി നല്ല സുന്ദരിമാരായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന ഒരു പറ്റം ഒപ്പന കൂട്ടുകാരാണ് നമ്മുടെ ഫ്രണ്ടിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രകടനം നമുക്ക് കൊച്ചു കൂട്ടുകാർക്ക് കാണണ്ടേ? കാണാം. നാരിയാൾ ഹുവൈലിദിൻ വീരിത ബിന്ദ തങ്ക ഖദീജ നനമുത്ത ഫിർദൗസി
ദൗസിൽ സഖിമാർ ഫൗജ നലവൊത്ത ഫിർദൗസിൽ സഖിമാർ ഫൗജ നിശ്ചിതമാൽ സച്ചരിതം പുകതച്ച മുഹമ്മദ് താജർ സൗജ നിണ്ടുലകം ഉണ്ടതിലെങ്കുമെ ബിണ്ടിടെ പൊരുൾ ഹോജ നിണ്ടുലകം ഉണ്ടതിലെങ്കുമെ ബിണ്ടിടെ പൊരുൾ ഹോജ പേരിമ്പം ഊരൈ മങ്ക എങ്കൽ നബീൽ മംഗലമാകെ പോരീശത്തിരുബൈത്തിൻ സുഹൃതം പൂക്കൈ പോരീശത്തിരുബൈത്തിൻ സുഹൃതം പൂക്കൈ ഒഡീസ അവതരിപ്പിക്കുന്ന 54ാം കേരള സ്കൂൾ കലോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ കണ്ടു. ഇപ്പോൾ നമ്മൾ ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒത്തിരി കണ്ടു. ഇനിയും കുറേ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട്. ഞങ്ങൾ കൊച്ചി ടി വിക്കാർ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു തരാനുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്, മസ്റ്റ് വാച്ച്, കീപ് വാച്ച് ഓൺ കൊച്ചി TV.